എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ എവിടുന്നാ വന്നേന്ന് അറിയിക്കണ ഒരു വണ്ടി തന്നെയാണിത്. അപ്പം ഞാൻ നമ്മുടെ അർബനയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് വണ്ടികളും കണ്ടത്. ഈ രണ്ട് വണ്ടികളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, രണ്ടും രണ്ട് ഡിഫറെന്റ് ആണ്. ഒരേ ചേസ് ആണെങ്കിലും രണ്ട് ബോഡിയാണ് ഇതിൽ. ഒരെണ്ണം പ്രകാശിലെ ബോഡി ആണെങ്കിൽ മറ്റേത് MGയിലെ ബോഡിയാണ്. രണ്ടും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന വണ്ടികളാണ്. ഒരെണ്ണം അടിച്ചു പൊളിച്ച് പോകാനുള്ള വണ്ടിയാണെങ്കിൽ മറ്റേത് കുറച്ച് പ്രീമിയം വണ്ടിയാണ്. രണ്ട് വണ്ടിയുടെയും പ്രത്യേകതകൾ കണ്ണൻ ചേട്ടൻ ഉണ്ട്. കണ്ണൻ ചേട്ടനാണ് വണ്ടിയുടെ ഓണർ. നമുക്ക് കണ്ണൻ ചേട്ടനോട് തന്നെ ചോദിക്കാം. അശോക് ലേലന്റെ ചേസില് 210 വീൽ ബേസിൽ നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഇത് നോർമലി ആൾക്കാർക്കും അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അങ്ങനെ സൗണ്ട് കാര്യങ്ങൾ ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ് ഇത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേലൻഡിന്റെ 12 മീറ്റർ ചേസില് MGയിൽ നമ്മൾ ബോഡി ചെയ്തത്. അത് നമ്മൾ പ്രത്യേകം അവിടെ പോയി അന്വേഷിച്ച് MGയില് ഗ്ലാസ് തുറക്കാൻ പറ്റുന്ന ടൈപ്പ് അവർ ചെയ്യണമല്ല. തൃശ്ശൂര് ഇപ്പൊ നമ്മുടെ വണ്ടി ജീസസ് IC അങ്ങനെ ഒരു 3 വണ്ടിയാ ഈ കാറ്റഗറിയിൽ ഉണ്ടാവുള്ളൂ. ഇതിന്റെ മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പാക്കേജ് പോകുമ്പോൾ ഫുഡിന്റെ കാര്യങ്ങൾക്ക് വെക്കാനായിട്ട് ഡിക്കി സ്പേസ്, പിന്നെ നമുക്ക് രണ്ട് സീറ്റാണ് വരുന്നത്. അത് ഹരിതയുടെ ഏറ്റവും കൂടിയ ടൈപ്പ് സീറ്റാണ്. അത് കംഫർട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ തൃശ്ശൂർക്കാരന്റെ രണ്ട് പുതിയ ബസ്സിന്റെ വിശേഷങ്ങള്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളൊരു അടിപൊളി ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ നമ്മുടെ സിറ്റിയുടെ പേരുള്ള വണ്ടിയിൽ പോകുന്ന ആ ഒരു റോളൊന്ന് ആലോചിച്ച് നോക്കി. അതാണ് ഈ രണ്ട് വണ്ടിയുടെയും പ്രത്യേകത മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ. അപ്പൊ അത്രയുള്ളൂ രണ്ട് വണ്ടികളുടെയും വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റ.